നിങ്ങളെല്ലാവരും പ്രേമലു സിനിമ കണ്ടു തീർത്തിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. സിനിമ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിൽ അവൈലബിൾ ആണ്. എല്ലാവരും കണ്ടിട്ട് വീഡിയോ ചെയ്യാമെന്ന് കരുതി വെയിറ്റിംഗിലായിരുന്നു. പ്രേമലു സിനിമയിലെ ഹിഡൻ ഡീറ്റെയിൽസും ഡയറക്ടർ ബ്രില്യൻസും ചില ഊക്കുകളുമൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പരിശോധിക്കുന്നത്. എല്ലാവർക്കും ബ്രോഹി വ്ലോഗ്സ് PKD പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. സിനിമയിൽ ഒരുപാടിടത്ത് ഹൃദയം സിനിമയെ ഊക്കിയിട്ടുണ്ടെങ്കിലും അതിലെ ചില ഊക്കലുകൾ കാണാം. നമുക്ക് ആദ്യം സിനിമയുടെ ഊക്കലല്ലാതെ ഫേമസ് ആയ ചില ഡയലോഗുകൾ അവിടെവിടെയായി ഉപയോഗിച്ചിട്ടുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് അടുത്തതായി നോക്കാം. ഒരു കഴിവുണ്ടോ? നിനക്ക് കലാപരമായിട്ടുള്ള കഴിവുണ്ടോ? നിന്നെ 4 പേര് അറിയുമോടാ നാറി? ഞാൻ തൂറി എറിയുന്നില്ലേ? ടീച്ചറുടെ മോൻ എല്ലാം പഠിച്ചു, പെണ്ണുങ്ങളെ വളക്കാൻ ഒഴിച്ചു. കൈമൽ മാഷിന്റെ മോൻ എല്ലാം പഠിച്ചു, കക്ക മാത്രം പഠിച്ചില്ല. നമ്മൾ ഇനി എന്ത് ചെയ്യും മല്ലയ്യ? ഇനി നമ്മൾ എന്ത് ചെയ്യും മല്ലയ്യ? നീ ഒന്നും ചെയ്യണ്ട, ഞാൻ ചെയ്തു. സിനിമയിലെ ആദ്യത്തെ പ്രൊപ്പോസൽ സീനിൽ നമ്മുടെ നെസ്ലിൻ അവതരിപ്പിച്ച കഥാപാത്രത്തിന്റെ പേര് സച്ചിൻ എന്നായിരുന്നു. സച്ചിൻ പ്രൊപ്പോസ് ചെയ്യാൻ പോകുന്നത് അഞ്ജലി എന്ന പേരുള്ള പെൺകുട്ടിയെയാണ്. യഥാർത്ഥ ജീവിതത്തിൽ സച്ചിൻ ടെണ്ടുൽക്കറിന്റെ ഭാര്യയുടെ പേരും അഞ്ജലി എന്നായിരുന്നു. നമ്മൾ അധികം ആരും ശ്രദ്ധിക്കാതെ പോയ ഒരു ഡയറക്ടർ ബ്രില്യൻസ് ആയിരുന്നു ഇത്. സച്ചിന്റെ സഹോദരിയുടെ കാമുകന്റെ പേര് വിവേക് ആണ് എന്നല്ലാതെ പടത്തിലെവിടെയും വിവേകിന്റെ മുഖമോ വിവേകിന്റെ ശബ്ദമോ കാണിക്കുന്നില്ല. അടുത്ത ഭാഗത്തിന് വേണ്ടി ഡയറക്ടർ മനഃപൂർവ്വം ഒരു ഗസ്റ്റ് എൻട്രി ആർക്കെങ്കിലും കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സീൻ ആയിരിക്കാം ഒരു പക്ഷേ അത്. ഈ വിവേകിന്റെ കാര്യം പറയാനാണെങ്കിൽ കുറെ പറയാനുണ്ട്. IT കമ്പനിയിൽ വെച്ചുള്ള ആദ്യത്തെ സീനിൽ ആദി റീനുവിനെ കുറിച്ച് എല്ലാം അറിയാമെന്നും റീനുവിന്റെ സ്ഥലപ്പേരും അച്ഛന്റെ പേരും അമ്മയുടെ പേരും വീട്ടിലെ പൂച്ചയുടെ പേരും അടക്കം പറയുന്നത് അത്ഭുതത്തോടുകൂടി കേട്ടു നിൽക്കുന്ന റീനുവിനെ കാണാം. ഇതൊക്കെ കാർത്തിക പറഞ്ഞിട്ടാണോ അറിയുക എന്നും ചോദിക്കുന്നുണ്ട്. ഈ സീൻ നിങ്ങൾ മുൻപ് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? എന്റെ കൃഷ്ണ, ഇതെങ്ങനെ അറിഞ്ഞു? ആരോ പറഞ്ഞു തന്നാ, ഇല്ലാണ്ട് അറിയില്ല. ഞാൻ ജാനുവച്ചോട് പറഞ്ഞിട്ടാ തോന്നണം. കാർത്തിക പറഞ്ഞോ? അവൾക്ക് തന്നെ കുറിച്ച് ഒരു പരിചയവുമില്ലാത്ത ആദി തന്നെ കുറിച്ചെല്ലാം മനസ്സിലാക്കിയിരിക്കുന്നു എന്ന് റീനുവിന് തോന്നുമ്പോൾ റീനുവിന് ആദിയോട് ഒരു ക്രഷ് തോന്നുന്നു. അങ്ങനെയാണ് പിന്നീടുള്ള ഗാനത്തിൽ കൃഷ്ണന്റെ രാധയായി റീനു എത്തുന്നത്. ഇതിലെ ആദ്യ പാട്ട് സീനിൽ ആദിയുടെ ക്യാബിനിലെ മണി പ്ലാന്റ് വെച്ച പോട്ടിൽ ബീയിങ് വുമൺ ഈസ് എ സൂപ്പർ പവർ എന്ന് എഴുതിയത് കാണാം. ആദിയുടെ സ്വഭാവവും ആ എഴുത്തുമായി നല്ല ബന്ധമുണ്ട്. സ്ത്രീ ആവുന്നത് ഒരു സൂപ്പർ പവർ കിട്ടുന്നതിന് തുല്യമാണ് എന്നതാണ് അതിന്റെ അർത്ഥം. പടത്തിന്റെ ക്ലൈമാക്സിനോട് അടുക്കുമ്പോൾ ഞാൻ സ്ത്രീകളെ തല്ലാറില്ലെന്നും ഞാനൊരു ഫെമിനിസ്റ്റ് ആണെന്നും ആദി പറയുന്നുണ്ട്. ആദിയുടെ ക്യാബിനിൽ തന്നെ തൊട്ടപ്പുറത്തായി ജോലിയുമായി ബന്ധപ്പെട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ നോട്ട് ചെയ്തിരിക്കുന്നത് കാണാം. അതിൽ ഹാവ് എ ബാഡ് ഡേ JK എന്നും എഴുതിയിട്ടുണ്ട്. JK എന്നാൽ ജസ്റ്റ് കിഡിങ്, അപ്പോ ഹാവ് എ ഗുഡ് ഡേ. ഇതിലൂടെ ആദിയുടെ ക്യാരക്ടർ കൃത്യമായി ആ എഴുത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. സിനിമയുടെ തുടക്കത്തിൽ ഈ കഥ നടക്കുന്നത് 2022 കാണിക്കുന്നുണ്ട്. ഡാൻസ് കഴിഞ്ഞു വരുന്ന ഈ സീനിൽ അമൽ ഡേവിസും സച്ചിനും കൂടി കുറെ കൗണ്ടറുകൾ അടിക്കുമ്പോൾ കൗണ്ടർ മൊബൈലിൽ സെർച്ച് ചെയ്യുന്ന ആദിയെ നമുക്ക് കാണാം. ആ കൗണ്ടറിൽ പ്രത്യേകം എഴുതിയിട്ടുണ്ട് ടോപ്പ് 30+ ഫണ്ണി ജോക്സ് ഫോർ ഗേൾസ് ഇൻ 2022 എന്ന്. അതിൽ കൃത്യമായി 2022 ഈ കഥ നടക്കുന്നതെന്നുള്ള കണ്ടിന്യൂറ്റി കൃത്യമായി കാണിച്ചിട്ടുണ്ട്. ആദി വിശാഖപട്ടണത്തിൽ സ്ഥലമുണ്ടെന്നും അവിടെ വളമിടിയിൽ നടക്കുമാണെന്നും സിനിമയിൽ 1-2 തവണ ആവർത്തിക്കുന്നുണ്ട്. നമ്മുടെ പ്രേമം സിനിമയിൽ വിനയ് ഫോർട്ട് പറയുന്നത് പോലെ ഊട്ടിയിൽ 5000 ഏക്കർ കൃഷിയുണ്ടെന്നും അവിടെ സബർ ജെല്ലി കൃഷിയുണ്ടെന്നൊക്കെ പറയുന്നത് പോലെ ഒരുപക്ഷെ റീനുവിനെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടി ആയിരിക്കാം ഇടയ്ക്കിടയ്ക്ക് വളമിടിയിലുണ്ട് എന്ന് പറയുന്നത്. താൻ വെൽ സെറ്റിൽഡ് ആണ് എന്ന് കാണിക്കാനുള്ള ആദിയുടെ ശ്രമം വളരെ കൃത്യമായിട്ട് നമുക്ക് അതിൽ നിന്നും മനസ്സിലാവുന്നുണ്ട്. റീനുവിനെയും കാർത്തികയെയും ഫ്ലാറ്റിൽ ഇറക്കി വിടുമ്പോൾ അമൽ ഡേവിസ് ഇതിനു മുമ്പ് നമ്മൾ ഈ സ്ഥലത്ത് വന്നിട്ടുണ്ടോ എന്ന് സച്ചിനോട് ചോദിക്കുന്നുണ്ട്. ക്ലൈമാക്സിലോട്ടുള്ള ഒരു സൂചന സംവിധായകൻ ഈ സീനിൽ തന്നെ നമുക്ക് നൽകുന്നുണ്ട്. റീനുവിന് മരുന്ന് കൊടുക്കാൻ വേണ്ടി റെയിൽവേ സ്റ്റേഷനിൽ പോകുന്ന നെസ്ലിന്റെ ഫോണ് താഴെ വീഴുന്നതായി കാണിക്കുന്നുണ്ട്. പിന്നീട് റീനു വിളിക്കുമ്പോൾ ഹലോ ആരാ എന്ന് ചോദിക്കുന്നുണ്ട്.
അതിനുശേഷം അമ്മയുടെ ഫോൺ വരുമ്പോൾ ആ അമ്മേ എന്നും പറയുന്നുണ്ട്. റീനു അങ്ങനെയൊന്നും ഫോൺ വിളിക്കാത്തത് കൊണ്ട് റീനുവിന്റെ ശബ്ദം കേട്ടപ്പോൾ സച്ചിന് എളുപ്പം മനസ്സിലായില്ല. അമ്മയുടെ നമ്പർ കാണാപ്പാടമായതുകൊണ്ടും അമ്മ ഇടയ്ക്കിടയ്ക്ക് ഫോൺ വിളിക്കുന്നത് കൊണ്ടും അമ്മയുടെ ശബ്ദം കേട്ടപ്പോൾ തന്നെ സച്ചിൻ തിരിച്ചറിഞ്ഞു. അതൊരു നല്ല ഡയറക്ടർ ബ്രില്യൻസ് ആയിരുന്നു. സിനിമയുടെ ക്ലൈമാക്സിനോട് അടുക്കുമ്പോൾ റീനു ഒറ്റപ്പെട്ടിരുന്ന് വീട്ടിൽ ചായ വെക്കുന്ന ഒരു സീന് കാണാം. പെട്ടെന്ന് കറണ്ട് പോകുമ്പോൾ ഷെൽഫിനോട് ചേർന്നിട്ടുള്ള സച്ചിന്റെ ഗിഫ്റ്റിൽ അറിയാതെ കൈ തട്ടുമ്പോൾ ഇരുട്ടിൽ നിന്നും പെട്ടെന്ന് ആ വെളിച്ചം വരുമ്പോൾ റീനു അത്ഭുതത്തോടു കൂടി ഒരു കാര്യം ആലോചിക്കുന്നു. തന്റെ ജീവിതത്തിലെ വെളിച്ചമായിരുന്നു സച്ചിൻ എന്ന യാഥാർത്ഥ്യം. അത് ഒരു നല്ലൊരു ഡയറക്ടർ ബ്രില്യൻസ് ആയിരുന്നു. സിനിമയുടെ എൻഡിങ് ക്ലൈമാക്സിനോട് അടുക്കുമ്പോൾ ഈ ക്ലൈമാക്സ് പണ്ട് എവിടെയോ കണ്ടിട്ടുള്ളതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നു. അത് വേറെ ഏത് സിനിമയിലുമല്ല, നമ്മുടെ തട്ടത്തിമറയത്തുമായിട്ട് ഇൻസ്പയർഡ് ആയിട്ടുള്ള ഒരു ക്ലൈമാക്സ് ആയിരുന്നു ഈ പടത്തിൻ്റെത്. എന്തായാലും നല്ല രസമായി എൻജോയ് ചെയ്ത് കാണാൻ പറ്റിയ ഒരു ചിത്രമായിരുന്നു പ്രേമലു. കണ്ടിട്ടില്ലാത്തവർ ഉടൻ തന്നെ ആ സിനിമ കാണേണ്ടതാണ്. കണ്ടിട്ടുള്ളവർ ഞാൻ വിട്ടിട്ടുള്ള ഏതെങ്കിലും ഹിഡൻ ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ താഴെ കമന്റായി രേഖപ്പെടുത്തുക. നമ്മുടെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോണേ. അപ്പോൾ കൂടുതൽ വീഡിയോസുമായിട്ട് ഉടനെ എത്താം. ബൈ ബൈ. നല്ല ടേസ്റ്റ് ഉണ്ട്.